നമസ്കാരം. ഈ വർഷത്തെ ലോക ക്യാൻസർ ദിന സന്ദേശം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലേസ് പീപ്പിൾ അറ്റ് ദ സെൻറ്റർ ഓഫ് കെയർ ആൻഡ് ക്ലോസ് ദെയർ സ്റ്റോറീസ് ടു ദ ഹാർട്ട് എന്നുള്ളതാണ്. ഒരു രോഗിയെ അവരുടെ എല്ലാ കഥകളും മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ ശരീരത്തെയും മാനസികവും സാമൂഹികമായിട്ടുള്ള ആരോഗ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് എന്താണ് മെഡിക്കൽ ഓങ്കോളജിയിൽ ഉള്ള പ്രസക്തി, ഡോക്ടർ ബോബൻ? മെഡിക്കൽ ഓൺകോളജിയിൽ എന്ത് പ്രസക്തി എന്നുള്ളതല്ല, ക്യാൻസർ ചികിത്സയിലും ക്യാൻസർ രോഗികളിലും ടോട്ടാലിറ്റിയിലാണ് അതിനൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ വർഷത്തെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ UICCയുടെ ആഭിമുഖ്യം, UICC എന്ന് പറഞ്ഞാൽ യൂണിയൻ ഫോർ ഇൻ്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ, അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് 2000 ആണ്ട് മുതൽ ഈ 25 വർഷമാവുകയാണ് UICC വേൾഡ് ക്യാൻസർ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ വർഷങ്ങളിലെല്ലാം പലതരത്തിലുള്ള തീം ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെയാണ് പല പല തീംസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് പറയുന്നത്. കാരണം ഓരോ ക്യാൻസർ രോഗിയും വ്യത്യസ്തമാണ്. അവരുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള പശ്ചാത്തലം ടോട്ടലി വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് അനുസൃതമായിട്ടുള്ള അവരുടെ ജനിതകമായിട്ടുള്ള ക്യാൻസറിൻ്റെ ഘടന, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തമായി നിന്നുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചികിത്സ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. ആ ഒരു രീതിയിലാണ് ഈ ഒരു തീമിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഡിക്കൽ ഓൺകോളജി പോയിന്റിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ചികിത്സയായിരുന്നു കൊടുക്കുന്നത്. ഇന്ന് ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ വളരെയധികം മാറിയിട്ടുണ്ട്. ഇന്ന് ആ രോഗിയിൽ എന്ത് സംഭവിക്കുന്നു, ആ രോഗിയിൽ ക്യാൻസറിന് കാരണമാകുന്ന ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ, അതിനനുസൃതമായിട്ടുള്ള ചികിത്സയാണ് കൊടുക്കുന്നത്. അപ്പം യുണീക്ക് ആയിട്ടുള്ള ചികിത്സ, ആ വ്യക്തിക്ക് യുണീക്ക് ആയിട്ടുള്ള ചികിത്സ. പക്ഷേ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പലതരത്തിലുള്ള ഒരു രോഗങ്ങളുടെ ഒരു കൂട്ടായ്മയെന്ന് നമുക്ക് പറയാം. അപ്പോൾ ക്യാൻസർ എന്നുള്ള ഒരു കോമൺ ടെർമിനോളജിയിൽ മാത്രമാണ് ഇവർ ഓരോരുത്തരും ബന്ധിപ്പിക്കുന്നത്. പക്ഷേ ഓരോ വ്യക്തിയും അവർ സാമൂഹികമായിട്ട് വ്യത്യസ്തമുണ്ട്, സാമ്പത്തികമായിട്ട് വ്യത്യസ്തമുണ്ട്, ക്യാൻസറിൻ്റെ ജനിതകമായിട്ട് വ്യത്യസ്തമുണ്ട്. ആ ഒരു യുണീക്നെസ് നമ്മൾ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഒരു പേഴ്സണലൈസ്ഡ് ക്യാൻസർ കെയർ നമുക്കൊന്ന് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ള സന്ദേശം നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ രോഗിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ചികിത്സാ നിശ്ചയം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് കേരളത്തിലെ ക്യാൻസർ ചികിത്സാ രംഗത്ത് എന്താണ് പ്രസക്തി? സർ, രോഗത്തെ അല്ല, രോഗിയെ ചികിത്സയുടെ കേന്ദ്രബിന്ദുവായി കണക്കാക്കുക എന്നുള്ളതാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ള തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു രോഗം തന്നെ ഒരു രോഗിയെ ബാധിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു വ്യക്തിയെ ബാധിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരു വ്യക്തിയെ ബാധിക്കുന്നത്. അവരുടെ രോഗത്തിന് ശേഷമുള്ള അവരുടെ ലൈഫിനെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കാം. അവരുടെ ജീവിത രീതിയും ജോലിയും എല്ലാം. ഉദാഹരണമായി ഒരു തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസർ ഒരു ടീച്ചറിനെ അല്ലെങ്കിൽ ശബ്ദം ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ഒരാളെ ബാധിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു കച്ചവടക്കാരനെ വേറൊരാളെ ബാധിക്കുന്നുണ്ടാവുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രോഗത്തിൻ്റെ അവസ്ഥകൾ മാത്രമല്ല, രോഗിയുടെ സാമൂഹിക അവസ്ഥ, അവരുടെ ഭാവിയിലേക്കുള്ള എക്സ്പെക്റ്റേഷൻസ്, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, മുമ്പോട്ടുള്ള അവരുടെ പ്രതീക്ഷകൾ, ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് രോഗിയെ ആ ചികിത്സയുടെ കേന്ദ്രബിന്ദുവായി കണക്കാക്കി അവരുടെ കൂടെ ഒപ്പീനിയനും അവരുടെ മുമ്പോട്ടുള്ള ലൈഫും കൂടി മുമ്പോട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചികിത്സാ രീതി ഇൻഡിവിജ്വലൈസ്ഡ്, വൺ സൈസ് ഫിറ്റ്സ് ഫോർ ആൾ എന്നുള്ളത് ഒഴിവാക്കി ടൈലർ മെയ്ഡ് ട്രീറ്റ്മെൻറ്റ്, അവർക്ക് എന്താണോ ആവശ്യം ആ രീതിയിലേക്ക്, ഈവൻ സർജറിയും ആ രീതിയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർജറി, അതാണ് സർ ഇനിയുള്ള ഫ്യൂച്ചർ. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നത് പല അർത്ഥതലങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സന്ദേശമാണ്. ക്യാൻസർ കെയർ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. ഇതിനകത്ത് പല കോഴ്സുകൾ പഠിച്ച ആൾക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, നോൺകോ നഴ്സുമാരുണ്ട്, തിയേറ്റർ ടെക്നീഷ്യൻസ്മാരുണ്ട്. അപ്പോൾ ആ പല പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന ഒരു വിഭാഗം ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ട് അവരുടെ പഠനവും അവരുടെ കമ്മിറ്റ്മെൻറ്റും രോഗ നിവാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അഭൂതപൂർവമായ ഒരു കൂട്ടായ്മയാണ് ക്യാൻസർ ചികിത്സയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി കെയർ എന്നുള്ള പല വിദഗ്ധന്മാരുടെ കൂട്ടായ്മകൾ ചേർത്തിറക്കിയ ഒരു ചികിത്സാ രീതിയാണ് ക്യാൻസറിന് അഭികാമ്യം. അതുകൂടെ ഈ ഒരു സന്ദേശം വഴി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട്. SP Mediford, you first, always.